വിവാഹം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ അഡ്ജസ്റ്റ് ചെയ്യൽ ആണോ? അല്ല. അല്ല. നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മുടെ നീഡ്സ് മീറ്റ് ചെയ്യാനായിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ ഞാൻ പറയും വേണ്ട, കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന്. നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് വേറൊരാൾ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ ഒരിക്കലും കല്യാണം കഴിക്കരുത്. അപ്പോൾ ഒരാളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും. മുൻപ് നമുക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ പിന്നീട് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ആളിൽ നിന്ന് ആ പ്രശ്നങ്ങൾ കിട്ടിയില്ലെങ്കിലും നമ്മളിത് ഉള്ളിൽ കിടക്കുന്നുണ്ട്, പലപ്പോഴും ഇതിനെ കണക്ട് ചെയ്യാൻ നോക്കാറുണ്ട്. ശരിക്കും ഇത് വിള്ളലുണ്ടാക്കില്ലേ? ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി, അതിൽ നിന്ന് ഹീൽ ചെയ്ത് നമ്മൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ വേറൊരു റിലേഷൻഷിപ്പിലോട്ട് ഒരിക്കലും ചാടരുത്. കുട്ടികളിലേക്ക് പലപ്പോഴും പ്രത്യേകിച്ച് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് എപ്പോൾ മുതൽ സംസാരിച്ച് തുടങ്ങണം, അല്ലെങ്കിൽ എപ്പോൾ മുതൽ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് കരുതുന്നത്? ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ആൾക്കാർക്ക് അധികം അറിയത്തില്ല. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് അവർ സെൽഫ്, എന്താണ് കൺസെൻറ്റ്, എന്തൊക്കെയാണ് ഹെൽത്തി ബൗണ്ടറീസ്, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. എപ്പോഴാണ് ശരിക്കും ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു പ്രായം ഏത് ഘട്ടത്തിലായിരിക്കും? നമ്മൾ ബോഡി പാർട്സ് പറയുമ്പോൾ അവിടെ വെച്ച് തന്നെ തുടങ്ങണം എന്നാണ് ഞാൻ പറയാം. അവിടെ വെച്ച് തന്നെ നമ്മൾ ശരിക്കുള്ള ബോഡി പാർട്സിൻ്റെ പേരുകൾ അവരെ കറക്റ്റായിട്ട് പറയാനായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ആ ഒരു പേര് പറയാനായിട്ട് അവർക്കൊരു മടി ഉണ്ടാവാൻ പാടില്ല. ഈ സ്ത്രീകളുടെ മൂഡ് സ്വിങ്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ പോലും, പീരിയഡ്സ് ടൈം ആണെങ്കിൽ പോലും, അല്ലാതെ ശരിക്കും ഈ പുരുഷൻ്റെ മാനസികാവസ്ഥകൾ ഉണ്ടായിരിക്കും, അവരിലേക്കും ഈ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? ഈ ഒരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻ അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ട്. മെയിൽ സെക്സ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ. രാവിലെ ടെസ്റ്റോസ്റ്റിറോൺ ഭയങ്കര ഹൈ ആയിരിക്കും, വൈകുന്നേരം ആകുമ്പോഴേക്കും അത് കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ അവർക്ക് ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറിറ്റേഷനും ഒരു മോട്ടിവേഷൻ കുറവും ഇതൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. ആദ്യ കേൾവിയിൽ ഉൾക്കൊള്ളാനാവാത്ത ചില കാര്യങ്ങളുണ്ടായിരിക്കാം, പക്ഷെ പിന്നീട് അതിലെന്തോ ശരിയുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോവാറുണ്ട്. അത്തരം ചിന്തകളെ നമ്മളിലേക്ക് എത്തുന്ന ചില വ്യക്തികളുണ്ട്. അത്തരത്തിലൊരു വ്യക്തിയാണ് ഇന്ന് ലൈവ് പോഡ്കാസ്റ്റ് വിത്ത് റോഹനിലൂടെ കൂടെ ചേരുന്നത്. സൈക്കോളജിസ്റ്റാണ്, മൈൻഡ് പവർ ട്രെയിനറാണ് ഖദീജ. നമസ്കാരം. നമസ്കാരം. യെസ്. എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്താ ആദ്യം പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളെന്നായിരിക്കാം. അത് നമ്മൾ പറയാവുന്നൊരു കാര്യം ഈ നെല്ലിക്കയോടാണ് ഉപമിക്കാറുള്ളത് അല്ലേ? ഈ മുതിർ ചൊല്ലും നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇങ്ങ് എടുക്കില്ല, പിന്നീടൊരു അനുഭവം വരുമ്പോഴാവും ഇത് തിരിച്ചറിയാമെന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഖദീജ, ഞാൻ തുടക്കം തന്നെ ചോദിക്കുകയാണ്, ഈ ആളുകൾക്ക് നെല്ലിക്ക കൊടുക്കാൻ തുടങ്ങിയിട്ട് എപ്പോൾ മുതലാണ്? എന്നെ ആദ്യം തന്നെ മുതുക്കിന്നാണ് മുതിർന്നവർ എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞതേ ഉള്ളൂ. ശരി, അതെ, നല്ല പ്രായം ഉണ്ടെന്നാണോ പറഞ്ഞത്? ഓക്കെ, അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് പാരൻസ് പറയണത് അവരുടെ ലൈഫിലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. പക്ഷെ അത് അതുപോലെ നമുക്ക് നമ്മുടെ ഈ ഒരു ജനറേഷനിൽ എടുക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ പാരൻസ് ഒക്കെ നല്ല പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം ഭയങ്കര അങ്ങനെ അവിടെ പോരുത് ഇവിടെ പോരുത്, അങ്ങനെ ഒരു കൺട്രോൾ ചെയ്ത രീതിയിലാണ് ഞാനൊക്കെ വളർന്നത്. പക്ഷെ ഞാൻ ആ വന്ന ഇതും ഇപ്പോഴത്തെ ഞാനും നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ടാൾക്കാരാന്ന് പറയും. അന്ന് ഫുൾ എല്ലാത്തിനും പേടിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ അങ്ങനെയല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് എവിടെ ശരിക്കും നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത് ശരിക്കും എപ്പോൾ മുതലാണ്? ഞാനൊരു പാരൻ്റ് ആയതിനു ശേഷം ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് ഉണ്ടായത് അവളുണ്ടായതിനു ശേഷമാണ്. പല കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ പല സ്വഭാവങ്ങൾ തന്നെ എനിക്ക് മാറ്റണം എന്ന് തോന്നിയത് തന്നെ അവളുണ്ടായതിനു ശേഷം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എളുപ്പം ഞാൻ ദേഷ്യപ്പെടും. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു തോട്ട് വന്നത് തന്നെ മോള് ശരിയാവില്ല, കാരണം നമ്മൾ എങ്ങനെയാണോ അവളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും അവർ തിരിച്ച് നമ്മളോടും ചെയ്യുക. അപ്പോൾ ദേഷ്യം കൺട്രോൾ ചെയ്യാന്നുള്ളതൊരു അത്യാവശ്യമായിട്ട് തോന്നിയപ്പോഴാണ് ഞാൻ അതിലൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഈ പലപ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും സൈക്കോളജിസ്റ്റ് എന്നുള്ളൊരു വാക്ക് എന്നുള്ളത് ശരിയായ രീതിയിൽ തന്നെയാണോ ആളുകളിലേക്ക് എത്തുന്നത് എന്ന് തോന്നുന്നുണ്ടോ? അതിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനം വരുന്നുണ്ടോ? എങ്ങനെ? അതായത് ഈ പലപ്പോഴും നിങ്ങൾ സമീപിക്കുന്ന ആളുകളുണ്ടായിരിക്കാം, പല അവസ്ഥകളിലായിരിക്കും നിങ്ങൾ സമീപിക്കുന്നുണ്ടാവുക. പക്ഷെ പലപ്പോഴും ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം എന്ന് പറയുന്നത് അവരെടുക്കുന്ന രീതിയെ മാറ്റാറുണ്ടോ? പൊതുവെ ആൾക്കാർക്ക് ഒരു മടിയുണ്ട്. അവർക്ക് സൈക്കോളജിസ്റ്റിനേക്കാളും കൂടുതൽ അവർക്ക് സൈക്കാട്രിസ്റ്റിനെ കാണാനാണ് പേടിയുള്ളത്. അപ്പം ഞാൻ പൊതുവെ എൻ്റെ സെഷന് വരുമ്പോൾ എല്ലാവരോടും ഞാൻ ആദ്യം പറയും, ഞാനൊരു സൈക്കാട്രിസ്റ്റ് അല്ല, എനിക്ക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ലൈസൻസ് ഒന്നുമില്ല. ഇൻ കേസ് ഇപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഒരു ക്ലയൻറ്റിന് ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് വേണം, ഒരു മെഡിസിൻസ് വേണം എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ അവരെ റെഫർ ചെയ്യത്തേ ഉള്ളൂ. എനിക്ക് അവിടെ ഒരു മെഡിസിനും പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല.
അവർക്ക് ഈ മടി വരുന്നത് പൊതുവെ എല്ലാവർക്കും ഭ്രാന്തി എന്നൊക്കെയുള്ള ഒരു ആ ഒരു ലേബലിംഗ് വരുമോ എന്നുള്ളൊരു പേടിയാണ്. ഓക്കെ. ഈ പലപ്പോഴും ഈ പുറത്തൊക്കെ സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് വരെ ഭയങ്കരമായിട്ടൊരു നോർമലായിട്ടുള്ള കാര്യം കൂടിയാണ്. ഇപ്പോൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ പോയി ചിലപ്പോൾ സംസാരിക്കാനോ കൺസൾട്ട് ചെയ്യുന്നത് കൊണ്ടോ അങ്ങനെ ചിന്തിക്കുമോ എന്നുള്ളൊരു പേടി സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ആളുകൾക്കുണ്ട് ഇല്ലേ? ഇവിടുത്തെ ആൾക്കാർക്ക് അത് നന്നായിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിനോട് പറയണ്ട കേട്ടോ, ഞാൻ അവരറിയാതെയാണ് ഞാൻ വന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി പേര് പറയാറുണ്ട്. വീട്ടുകാരറിയാതെ ഇങ്ങനെ സെഷന് വരികയാണ്, ഇങ്ങനെ ഒത്തിരി കേസ് ക്ലയൻസ് ഉണ്ട്. ഈ സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്രിസ്റ്റിനും കാണുക രണ്ടിലും വേർതിരിക്കപ്പെടുന്നത് ഏത് രീതിയിലേക്കോ കൊണ്ടുവരിക? സൈക്യാട്രിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും അവർക്ക് MBBS ഡിഗ്രി ഉണ്ട്, അവർ ശരിക്കും ഡോക്ടേഴ്സാണ്. അപ്പോൾ അവർക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. നമുക്ക് ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്കൊരു ടോക്ക് തെറപ്പി എന്നുള്ള രീതിയിലേ പോകാൻ പറ്റുള്ളൂ. എനിക്കൊരിക്കലും മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന കേസുകൾക്ക് ഒരു ലിമിറ്റേഷനും ഉണ്ട്. നമുക്ക് എല്ലാം പറ്റത്തില്ല. ഇപ്പോൾ ഹാലൂസിനേഷനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മളത് അതിൻ്റെതായ ആൾക്കാർക്ക് റെഫർ ചെയ്യത്തേ ഉള്ളൂ. ഉണ്ട്. ഈ വാക്കുകൾ കൊണ്ട് മനുഷ്യരെ സുഖപ്പെടുത്താൻ പറ്റുമെന്ന് തിരിച്ചറിയുന്നത് ശരിക്കും സുഖപ്പെടുത്താനായിട്ട് പറ്റില്ല വാക്കുകൾ കൊണ്ട്. നമുക്ക് അവർക്ക് എവിടെയാണോ വർക്ക് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. വർക്ക് ചെയ്യേണ്ടത് അവർ തന്നെയാണ്. ശരിക്കും ഈ ഹീൽ ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു നടക്കുന്നില്ലേ ശരിക്കും? ഹീലിംഗ് എന്ന് പറയുന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഗൈഡ് ചെയ്യാനേ പറ്റുള്ളൂ, ആക്ഷൻ എടുക്കേണ്ടത് അവരാണ്. ഓക്കെ. ഈ പലപ്പോഴും ഉള്ള കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ ഇപ്പോൾ ആളുകൾക്ക് പലതരം സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. നമ്മൾ ചിലപ്പോൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പറയാം, നീ ഓക്കെ അല്ലേ, അല്ലെങ്കിൽ ബി ഓക്കെ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഉപദേശിച്ചേക്കാം, നമ്മളൊപ്പമുണ്ടെന്ന് തോന്നിയേക്കാം, ഇതൊക്കെ ഇതിൻ്റെ ലൈഫിൻ്റെ ഭാഗമാണ്, ഇതും കടന്നു പോകും, ഈ സമയവും കടന്നു പോകും എന്നൊക്കെ ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞേക്കാം. ശരിക്കും ഒരാളത് സോൾവ് ചെയ്യുക, ആ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണോ വേണ്ടേ, അല്ലെങ്കിൽ താൽക്കാലികമായി കിട്ടുന്ന വാക്കുകളിൽ നിലനിൽക്കുകയാണോ വേണ്ടേ, എന്താ ശരി? ഞാൻ ഉപദേശിക്കാൻ പോവാറില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സെഷൻസിൽ ഈ ഉപദേശം എന്ന് പറയുന്ന സാധനം, ഉപദേശവും ഗൈഡൻസും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് ഞാനല്ല പറയുന്നത്. മെയിൻലി ഞാൻ അവരെ കൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ പറയിപ്പിക്കലാണ് ഞാൻ എൻ്റെ സെഷനിൽ നടക്കാറ്. പിന്നെ അവിടെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് അവരും കൂടെ വിചാരിക്കണം, നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. ഓക്കെ. ശരിക്കും തോന്നുന്നു കൂടുതലും ആയിട്ട് ഇപ്പോൾ കൺസൾട്ട് ചെയ്യാൻ വരുന്നത് കൂടുതലും എത്തരത്തിലുള്ള ആളുകളാണ് കൂടുതലും എത്താറുള്ളത്? എല്ലാ രീതിയിലുള്ള ആൾക്കാരും വരാറുണ്ട്. സ്റ്റുഡൻസ് വരുന്നുണ്ട്, മാരീഡ് ആയിട്ടുള്ളവർ വരുന്നുണ്ട്, പാരൻസ് വരുന്നുണ്ട്, പിന്നെ ഒരു 40+ ആകുമ്പോഴേക്കും അവർക്ക് മെനോപോസ് റിലേറ്റഡ് ഇഷ്യൂസ് വരും. ഓക്കെ. അങ്ങനെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്താ കാണുമ്പോൾ? മാരേജ് റിലേറ്റഡ് ഇഷ്യൂസ് ആണ് എനിക്ക് കൂടുതൽ വരുന്നത്. അല്ലാന്നുണ്ടെങ്കിലും നമ്മൾ അല്ലാതെ നോർമൽ കൺസൾട്ടേഷന് വരികയാണെങ്കിലും മാരീഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അഡ്രസ് ചെയ്യാനായിട്ട്. ഈ പലപ്പോഴും ഈ വിവാഹം കഴിക്കാത്തവർ പറയുന്നൊരു കാര്യമുണ്ട്, കല്യാണത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ കല്യാണം കഴിച്ചവരോ വലിയ സന്തോഷം ഉണ്ടെന്നൊന്നും പറയുന്നൊന്നുമില്ല, ഇനി ഞങ്ങൾ കൂടെ അത് ചെയ്യണോ എന്നുള്ളൊരു തോട്ട് ഭയങ്കരമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? വിവാഹം കഴിക്കാത്ത ചിന്തകൾ ആളുകളിൽ കൂടുതലും വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും തോന്നുന്നത്? കല്യാണം എന്ന് പറയുമ്പോൾ അതൊരു മുമ്പോട്ട് നല്ല രീതിയിൽ പോകണമെങ്കിൽ 2 പേരുടെ സൈഡിൽ നിന്നും ഒരു എഫേർട്ട് ഇടണം. പലരും ഇപ്പോൾ വീട്ടുകാർക്ക് വേണ്ടി കല്യാണം കഴിച്ചു, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, പൈസ കൊടുക്കുന്നുണ്ട്, ശരി കഴിഞ്ഞു, എൻ്റെ ഉത്തരവാദിത്തം അതോടെ തീർന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇത് എവിടെ ശരിക്കും ഈ വിവാഹം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ അഡ്ജസ്റ്റ് ചെയ്യൽ ആണോ? അല്ല. എന്താണ് വിവാഹം? കല്യാണം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിപ്പോൾ വേണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ തന്നെ ഞാൻ പറയാം അതൊരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ചോയ്സാണ്, കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത്. എന്തിനാ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും കല്യാണം കഴിക്കണോ വേണ്ടയോ എന്ന്. ഇപ്പോൾ റോഹൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, എന്താണ് അഭിപ്രായം, കല്യാണം കഴിക്കണോ വേണ്ടയോ? എൻ്റെ ചിന്തയിൽ എന്ത് വരുന്നു അതനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ചിന്തയിൽ അങ്ങനെ ഇല്ല. അതെ, പക്ഷെ അത് ഒരിക്കലും മാറില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ അതിപ്പോൾ ഇപ്പം അല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തോന്നി എനിക്ക് വേണം, എനിക്കൊരു പാർട്ട്ണറെ വേണം, എനിക്കിപ്പോൾ എൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ ഓൾക്കെയാണ്, എനിക്ക് സ്വന്തമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും വേറൊരാളുടെ സഹായം ഇല്ലാതെ, അങ്ങനെയാണ് എനിക്കൊരു പാർട്ട്ണറെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലരുണ്ട് നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മുടെ നീഡ്സ് മീറ്റ് ചെയ്യാനായിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ ഞാൻ പറയും വേണ്ട, കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന്. ഈ പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് കല്യാണം കഴിഞ്ഞു നമ്മുടെ എവിടേക്കോ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടമാവും എന്നുള്ളൊരു ഉൾഭയം ആളുകളിൽ നിലനിൽക്കുന്നുണ്ടോ? ഈ സ്വാതന്ത്ര്യം നഷ്ടമാവുക എന്നൊരു സംഭവം ഉണ്ടോ കല്യാണത്തിന് ശേഷം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്? സ്വാതന്ത്ര്യം ഇപ്പം ഞാൻ നോക്കിക്കഴിയുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു പെൺകുട്ടിയാണ്. അപ്പോൾ എൻ്റെ പാരൻസ് ഞാൻ പറഞ്ഞു അത്യാവശ്യം നല്ല അവരുടെ ഒരു കാഴ്ചപ്പാടിലെന്ന് പറയുമ്പോഴേക്കും അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്.
എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്. പക്ഷെ അത് ശരിക്കും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു കൈൻഡ് ഓഫ് കൺട്രോളിങ് അല്ലേ അത്. എനിക്കിഷ്ടമുള്ള, ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊക്കെ ആ സമയത്ത് കല്യാണം കഴിക്കാന്നൊക്കെ പറയുമ്പോൾ ട്രാവൽ ചെയ്യാനുള്ള ഒരു പാസ്പോർട്ട്, ലൈസൻസ്, ട്രാവൽ ചെയ്യാനുള്ള പാസ്പോർട്ട് എനിക്ക് ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് ചിന്തിച്ചിരുന്നത്. കാരണം എനിക്ക് വീട്ടിൽ നിന്ന് എവിടെ പോകണമെങ്കിലും പറഞ്ഞാലും പറയും നീ കല്യാണം കഴിച്ച് നീ ഹസ്ബൻഡിന്റെ കൂടെ എവിടെ വേണമെങ്കിലും പൊക്കോ എന്ന് പറയും. അപ്പൊ പിന്നെ എനിക്ക് കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? എനിക്ക് ട്രാവൽ ചെയ്യാൻ. അന്നേരം ഞാൻ ആലോചിക്കുന്നത് എനിക്ക് കൂടെ ട്രാവൽ ചെയ്യാൻ ഒരാള്. അപ്പോഴും ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന കാര്യവും ആലോചിച്ചിട്ടേ ഇല്ല. ആ ഒരു സാധനം ഞാൻ ശരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിയപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയതാണ്, തന്നെ പോയി തുടങ്ങിയതൊക്കെ. അത് കഴിഞ്ഞ ഒരു വർഷം ആ ഒരു ജപ്പാനിൽ പോയ സമയത്ത് ആള് ഓഫീസിൽ ബിസി, മോള് സ്കൂളിൽ പോവും, ഞാൻ ഫുൾ ഡേ വീട്ടിലിരിക്കുന്നു. ലാംഗ്വേജ് അറിയില്ല അവിടെ സംസാരിക്കാനായിട്ട്. ഞാൻ യോക്കോഹാമയിലായിരുന്നു. അപ്പോൾ അവിടെ അധികം ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ കൊന്നിച്ചിവ, അതിന്റെ അപ്പുറം ഒന്നും പറയാനില്ല എനിക്ക്. എന്തായിരുന്നു വാക്ക്? കൊന്നിച്ചിവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ. ഹലോയ്ക്ക് വരെ എത്ര നീളമുള്ള വാക്കാണല്ലേ? എന്നിട്ട് എന്തൊക്കെ വാക്ക് പഠിച്ചു ജപ്പാനിൽ? ജാപ്പനീസ് ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സുഖാണോ എന്ന് അങ്ങനെ ചോദിക്കാം? അയ്യോ, ഞാൻ ഇതൊക്കെ മറന്നുട്ടോ. കുറച്ച് വാക്ക് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം പിടിക്കുക ഹലോ അല്ലേ, എന്താ നിന്റെ പേര്, സുഖുണ്ട്, ഹവായു, അത് അരിഗാത്തോ, താങ്ക്സ് പറയണം. അരിഗാത്തോ ഗുസൈമസ് അല്ലേ? ഈ നേരത്തെ കല്യാണം കഴിക്കാനുള്ള ഒരു കാരണത്തെ പറ്റി പറഞ്ഞപ്പോൾ ഭയങ്കര രസമായിട്ടുള്ള കാര്യം പറഞ്ഞിരുന്നു, ട്രാവൽ ചെയ്യാനുള്ള ലൈസൻസ് കിട്ടാനാണ്. പലപ്പോഴും ഈ ഗേൾസിന്റെ റീൽ കോണ്ടന്റിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഷോർട്സ് ഇട്ട് നടക്കുന്നെങ്കിൽ, പാതിരാത്രി പുറത്തിറങ്ങണമെങ്കിൽ, ട്രാവൽ ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പോലെ ഇപ്പം ചിലപ്പോൾ ഒരു കാലൊക്കെ കയറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ, നീ കഴിഞ്ഞോ മൂക്കുത്തി കുത്തണമെന്നുണ്ടെങ്കിൽ, കെട്ടിയോൻ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തോന്ന് പറയും. ഈ എന്തിനും കല്യാണം കഴിഞ്ഞിട്ട് കെട്ടിയോൻ ഓക്കെ ആണെങ്കിൽ കേട്ടോ, കെട്ടിയോൻ ഓക്കെ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്, ഒരു ബാരിയർ വെച്ചിട്ടുണ്ട് എന്നുള്ള സാധനം. ഇത് ശുദ്ധ മണ്ടത്തരല്ലേ? അത് ശരിക്കൊരു മണ്ടത്തരമാണ്. ശരിക്കും ഞാൻ അതുകൊണ്ട് ഞാൻ എൻ്റെ മോൾക്ക് അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ, വേണ്ടെങ്കിൽ വേണ്ട, അത് അവളുടെ ഇഷ്ടം. ഞാൻ ശരിക്കും കല്യാണം കഴിച്ചതിൽ എൻ്റെ എക്സ്പെക്ടേഷൻ ഇതൊക്കെയായിരുന്നു. ആ ഒരു പ്രായത്തിൽ ഞാൻ 25-ാമത്തെ വയസ്സിലാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് അതായിരുന്നു. വീട്ടിൽ എവിടെയെങ്കിലും ഞാൻ അവിടെ പോയിക്കോട്ടെ ഇവിടെ പോയിക്കോട്ടെ എന്ന് പറയുമ്പോഴേക്കും പറയുന്ന ഒരു ഉത്തരം ഇതാണ്, നീ ഒറ്റയ്ക്ക് പോകണ്ട, നീ കല്യാണം കഴിച്ച് നീ നിന്റെ ഭർത്താവിൻ്റെ കൂടെ എവിടെ വേണമെങ്കിലും പൊക്കോ, ഞങ്ങൾക്കൊന്നും അറിയണ്ട. ഓക്കെ, കുഴപ്പമില്ല. അപ്പം നമ്മുടെ കീഴിൽ നിൽക്കും, അച്ഛനും അമ്മേനും കീഴിൽ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതൊന്നും പാടില്ല, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്കാണ്. ഹസ്ബൻഡിൻ്റെ അവിടെ ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി അങ്ങ് വിട്ടുകൊടുത്തു. പിന്നെ അവർക്ക് ഓക്കെ ആണെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്തോ, നമുക്കൊരു പ്രശ്നമില്ല. ഇത് എവിടെ ഈ മൈൻഡ് ഇങ്ങനെ വരുന്നത്, മൈൻഡ് സെറ്റ് ഇങ്ങനെ ആവുന്നത് എന്തുകൊണ്ടായിരിക്കും? എപ്പോഴും പെൺകുട്ടികളായാലും നമ്മള് ഒരാള് പ്രൊട്ടക്ട് ചെയ്യാൻ വേണം എന്നുള്ളൊരു ചിന്തയാണ് അവിടെ മെയിനായിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ അതിൻ്റെ ശരിക്കും ആവശ്യമുണ്ടോ? നമ്മളിപ്പോൾ ഫിനാൻഷ്യലി ഇപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഒരു സമയത്തിന് ഞാൻ അതിലൊന്നും അത്ര വലിയ സീരിയസ് ആയിരുന്നില്ല. കാരണം ഓക്കെ പപ്പയുടെ കയ്യിൽ കാശുണ്ട്, കല്യാണം കഴിച്ചു, ഭർത്താവിന് ജോലിയുണ്ട്, പിന്നെ അപ്പം നമുക്കവിടെ ആവശ്യത്തിനെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കും തന്നെ തോന്നി നമ്മൾ ശരിക്കും, ഞാൻ കരിയറൊക്കെ ആണെങ്കിലും കരിയർ സ്വിച്ച് ചെയ്യുമ്പോഴും അങ്ങനെ കാര്യമായിട്ട് ഞാൻ അങ്ങനെ അത്ര വലിയ സീരിയസ് ഒന്നും ആയിരുന്നില്ല. എനിക്ക് അത്ര കോർപ്പറേറ്റ് ലൈഫിൽ ഞാൻ അത്ര ഭയങ്കര ഹാപ്പിയും ആയിരുന്നില്ല, ടു ബി ഫ്രാങ്ക്. ശരിക്കും എനിക്ക് ഈ ഒരു സൈക്കോളജി എന്നുള്ള ഇതിലോട്ട് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു പോയിന്റിൽ ഞാൻ സ്വിച്ച് ചെയ്ത സമയത്ത് ഒന്ന് തോന്നി ഞാനങ്ങ് പഠിച്ചാലോ. അന്ന് മോള് ചെറുതാണ്, പിന്നെ കോവിഡൊക്കെ വന്നു. ആ സമയത്ത് പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തിരിച്ചങ്ങോട്ടേക്ക് പോകാൻ തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തത്. ഈ മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോഴാണ് അല്ലെ കുറേ കൂടി ഈ ഡിപ്രഷൻ്റെ സ്റ്റേജിലോട്ട് പോവുക എന്നുള്ള സംഭവം. അപ്പം നിങ്ങളുടെയൊക്കെ കൺസൾട്ട് ചെയ്യാൻ വരും, നിങ്ങളുടെയൊക്കെ സേവനം അല്ലെ നീഡായിട്ട് വരുന്നൊരു സമയം കൂടി ഉണ്ട്. ജീവിതത്തിൽ കണക്ക് അല്ലെ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, പിന്നെയാണ് സൈക്കോളജിയിലോട്ട് വരുന്നത് അല്ലെ, ഫിനാൻസ് വിട്ടിട്ട് സൈക്കോളജി. എന്തുകൊണ്ടാണ് ശരിക്കും ഈ ഒരു മാറ്റം? ഈ ഒരു മാറ്റം സൈക്കോളജി പഠിക്കണം എന്നുള്ളത് ഞാൻ പണ്ടേ എനിക്ക് ആഗ്രഹമുള്ള കാര്യമായിരുന്നു. ഞാൻ ഈ +1 +2 ഒക്കെ പഠിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, പാരൻസിനോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് സൈക്കോളജി പഠിക്കണം. പക്ഷെ ആ ഒരു സമയത്ത് ഇപ്പം എൻ്റെ പാരൻസിൻ്റെ ഒക്കെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പഠിച്ചിട്ട് എന്താവാനാ, അവർക്കൊക്കെ ഈ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ട് നീ എവിടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അസിസ്റ്റൻ്റ് ആയിട്ട് ജോലിക്ക് പോവോ, ഇങ്ങനെയൊക്കെ വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അന്നേരം ആ ഒരു സമയത്ത് ഇത്രയും ഇൻഫർമേഷൻ ഇങ്ങനെ എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, ഇൻ്റർനെറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ അത്ര വലിയ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവൈലബിൾ ആയിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം അറിയാം. എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ അവരെൻ്റെ കോളേജും എല്ലാം അന്വേഷിച്ച് നമ്മുടെ മുമ്പിൽ വെച്ച് പറയും.
ആ ഒരു രീതിയിലാണ്. അപ്പോൾ ആ ഒരു സമയം ഈ ഒരു സമയം നല്ല വ്യത്യാസമുണ്ട്. അന്നേരം നമുക്ക് അവർ പറയുന്ന ഒരു വഴി ഫോളോ ചെയ്യാന്നല്ലാതെ നമ്മുടെ കയ്യിലും കൂടുതൽ ഓപ്ഷൻസ് ഒന്നുമില്ല. ഈ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് കുറേ കൂടി കാര്യങ്ങൾ അറിയാം. അവർ മുന്നേ ദൂരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞ പോലെ നമ്മൾ ആദ്യമേ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഈ നെല്ലിക്കയുടെ കാര്യം അല്ലേ, മുതിര ചൊല്ലും അല്ലേ, നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നുള്ളത്. അത് അവർ പറയുന്നതിലേക്ക് തിരിച്ചറിവ് വരും എന്നുള്ളതാണ്. അപ്പം ആ വാക്ക് മാറ്റാറായോ ശരിക്കും? എന്ത് തോന്നുന്നു? മക്കളിലൂടെ മാതാപിതാക്കൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടോ? എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും എനിക്കൊരു പെൻസിലും വാങ്ങിക്കണം, ഒരു റേസർ മേടിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ പപ്പ എനിക്ക് മേടിച്ചിട്ട് വരും. അപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല, എല്ലാ സാധനങ്ങളും എനിക്ക് വീട്ടിലോട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു സാധനം ആ ഒരു രീതിയിൽ വളർന്നിട്ട് ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നേരെ ഓപ്പോസിറ്റാണ്. നിനക്ക് വേണ്ട സാധനം നീ പോയി മേടിച്ചൂടെ, നിനക്ക് ഇവിടെ. ഞാൻ ഹസ്ബൻഡ് പപ്പ ഇതിലല്ല ഞാൻ പറഞ്ഞത്. അതായത് പ്രത്യേകിച്ച് ഒരു കുട്ടിയായിരുന്ന സമയത്ത് പാരൻസ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ആദ്യം ചിലപ്പോൾ കേൾക്കാൻ മടിയുണ്ടായിരിക്കും അല്ലേ. പിന്നീട് കുറേ കഴിഞ്ഞിട്ട് ഞാനൊരു അമ്മയായപ്പോഴാണ് തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞു അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ആ വാക്ക് പറയുന്നത്. കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചറിയും പല കാര്യങ്ങളും അവർ പറയുന്നു പറഞ്ഞു. അല്ല, ഞാൻ നേരെ തിരിച്ചാണ് എൻ്റെ ലൈഫിലുണ്ടായത്. കാരണം അവരുടെ ആ ഒരു രീതിയോട് ഞാൻ യോജിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കൺട്രോൾ ചെയ്ത് കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന രീതിയോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. അവർക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരെ തന്നെ ചെയ്യാൻ സമ്മതിക്കണം. ഞാൻ അതാ പറഞ്ഞത്, ഒരു മാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ. എനിക്ക് ശരിക്കും നേരെ ഓപ്പോസിറ്റാണ് ഉണ്ടായത്. ഞാൻ വളർന്നു വന്ന രീതിയിലല്ല ഞാൻ മോളുടെ ഒരു പാരന്റിങ് കൊണ്ടുപോകും. ഞാൻ ആ കാര്യത്തിൽ അല്ല ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കുറേ കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ പലതും തിരിച്ചറിയാന്നുള്ളത്. അപ്പം ഞാൻ പറയുന്നത് ഇപ്പം ചിലപ്പോൾ മക്കൾ നേരത്തെ പറഞ്ഞു മകളുടെ കാര്യത്തിൽ കുറേ കൂടിയും കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ പണ്ട് പാരൻസ് പറയുന്ന മക്കൾ കേൾക്കുക, അപ്പം മക്കൾ പറയുന്നതും പാരൻസ് കേൾക്കണം എന്നുള്ളൊരു ചിന്തയിലെത്തിയോ, അല്ലെങ്കിൽ അത് ശരിയല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അത് ശരി. ഇപ്പം ഞങ്ങളുടെ ജനറേഷൻ എന്ന് വെച്ച് നോക്കി അവിടെ നിന്നും കേട്ടു ഇവിടെ നിന്നും കേട്ടു, ഇടയ്ക്ക് ഞങ്ങൾ പെട്ടുപോയത്. അപ്പോൾ അത് ഞാൻ പറയാം, അവർ കുറേ കൂടിയും. പക്ഷെ അതിൻ്റെ ഒരു പാരൻസിൻ്റെ ഈഗോ അതിനെ അനുവദിക്കുന്നുണ്ടോ ശരിക്കും? പലപ്പോഴും മക്കൾ പറയുന്നത് അതിൽ ശരിയുണ്ടെങ്കിൽ പോലും ആവുന്നില്ല, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയുന്ന ഒരു പ്രവണത ഉണ്ടോ? ഇല്ല, ഞാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ചെയ്യും, പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറ്റത്തില്ല. പൊതുവേ ചോദിച്ചതാ, ബാക്കിയുള്ള പാരന്റ്സിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ബാക്കി പാരന്റ്സിൽ അത് ഉണ്ട്, കുറച്ച് ആ ഒരു ഈഗോ ഉണ്ട് കുട്ടികളോട്. നമ്മൾ ആ ഒരു ശരിക്കും പറഞ്ഞാൽ അവർക്കും ഒരു റെസ്പെക്റ്റ് വേണം. റെസ്പെക്റ്റ് വലിയ ആൾക്കാരോട് മാത്രമല്ല, നമ്മൾ കുട്ടികൾക്കും ഒരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഈ പലപ്പോഴും ഈ പ്രായത്തെ മാനിച്ച് ബഹുമാനത്തിൻ്റെ അളവുകോലുകളൊക്കെ നമ്മൾ എടുക്കുക അല്ലെ. കുറച്ച് ഏജിലാണ് നമുക്ക് ബഹുമാനിക്കും, പ്രായത്തിലുള്ളതിൻ്റെ ആവശ്യമില്ല എന്നുള്ള സംഭവമാണ്. ശരിക്കും കുട്ടികൾക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ശരിക്കും ഏത് രീതിയിലായിരിക്കണം? ഞാൻ ചോദിക്കട്ടെ, ഈ റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ ഒരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറയണതെല്ലാം നമ്മൾ അതുപോലെ തന്നെ യെസ് പറയേണ്ട കാര്യമുണ്ടോ? അല്ല. റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മളിപ്പോൾ ഒരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് അതെപ്പോഴും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, ഗിവ് ആൻഡ് ടേക്ക് ആണ് റെസ്പെക്റ്റ്. ഇപ്പോൾ ഞാൻ റോഹനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ റോഹൻ എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ റോഹനെ പേടിച്ചിട്ട് ശരി പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്കതിനോട് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഒരു പേടിയും മടിയില്ലാതെ എനിക്കത് പറയാൻ പറ്റണം, റോഹൻ്റെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം എൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കുട്ടികളുടെ കേസിൽ വരുമ്പോൾ അവിടെയും അതങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ കുട്ടിയോടൊരു കാര്യം പറഞ്ഞു, അവർക്ക് ചിലപ്പോൾ അതിനോട് യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പറയുന്നതും കൂടെ കേട്ടിട്ട് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് നമ്മൾ അടിച്ചേൽപ്പിക്കുകയല്ല, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വേണ്ടത്. കാരണം അവർക്ക് ഗൈഡൻസ് വേണം, ഉപദേശമല്ല വേണ്ടത്, അവിടെ ഗൈഡൻസ് ആണ് വേണ്ടത് കുട്ടികൾക്ക്. ആസ് എ പാരന്റ് നമ്മളതാണ് കൊടുക്കേണ്ടത്. ഈ ഉപദേശവും കൺട്രോളിങ്ങും മാറ്റിയിട്ട് നമ്മൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും റെസ്പെക്റ്റുമാണ് അവിടെ കൊടുക്കേണ്ടത്. പക്ഷെ പലപ്പോഴും ഈ റെസ്പെക്ട് കൊടുക്കുന്നതിൽ ഒരു പ്രായ മാനദണ്ഡമായിട്ട് മാറാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ. ഈ കുട്ടികളിലേക്ക് പലപ്പോഴും പ്രത്യേകിച്ച് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പം എന്തുകൊണ്ട് ഇത് എപ്പോൾ മുതൽ സംസാരിച്ച് തുടങ്ങണം, അല്ലെങ്കിൽ എപ്പോൾ മുതൽ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് കരുതുന്നത്? ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ആൾക്കാർക്ക് അധികം അറിയത്തില്ല. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് അവർ സെൽഫ്, എന്താണ് കൺസെൻറ്റ്, എന്തൊക്കെയാണ് ഹെൽത്തി ബൗണ്ടറീസ്, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇതൊക്കെ ശരിക്കും ഒരു കുട്ടിക്ക് തനിയെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണോ? അതായത് പലപ്പോഴും ഇത്തരത്തിലുള്ള സംസാരങ്ങൾ വരുമ്പോൾ അതൊന്നും നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല, അതൊക്കെ അറിഞ്ഞോളും
എന്നുള്ളതായിരിക്കും കിട്ടുന്ന മറുപടി. ഒന്ന് ഞാൻ ഈ പറയാണ്, അതെ, അവർക്ക് അവരുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ്, ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും ഇതിൽ പല കാര്യങ്ങൾ ഇൻക്ലൂഡഡ് അല്ലേ. അതെ, അവരുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് എന്താണ് കൺസെൻറ്റ്, എന്തൊക്കെയാണ് ബൗണ്ടറീസ്, ഇതൊക്കെ പാരൻസ് തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ പലപ്പോഴും ഇത് നിങ്ങൾ അറിയണ്ട, ഇത് നിങ്ങൾ പ്രായം പറഞ്ഞോളും, അങ്ങനെ പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത്. അത് വേണ്ട രീതിയിൽ പാരൻസ് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. ആദ്യം തന്നെ നമ്മുടെ ഇപ്പോൾ എപ്പോഴാണ് ശരിക്കും ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു പ്രായം ഏത് ഘട്ടത്തിലായിരിക്കും? നമ്മൾ ബോഡി പാർട്സ് പറയുമ്പോൾ അവിടെ വെച്ച് തന്നെ തുടങ്ങണം എന്നാണ് ഞാൻ പറയാം. ഓക്കെ, അവിടെ വെച്ച് തന്നെ നമ്മൾ ശരിക്കുള്ള ബോഡി പാർട്സിൻ്റെ പേരുകൾ അവരെ കറക്റ്റായിട്ട് പറയാനായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ആ ഒരു പേര് പറയാനായിട്ട് അവർക്കൊരു മടി ഉണ്ടാവാൻ പാടില്ല. ഈ പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് ഈ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാത്തത് കുറച്ചൊരു ഷൈ ആയതുകൊണ്ടും കൂടിയാണോ ശരിക്കും? പാരൻസിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും മക്കളുടെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും പലപ്പോഴും അതിനൊരു ബാരിയർ വരുന്നത്. ഇതൊക്കെ ഓപ്പൺ ആയിട്ട് അവരോട് സംസാരിച്ചാലല്ലേ അവർക്കൊരു ബുദ്ധിമുട്ടോ കൺഫ്യൂഷനോ വരുമ്പോൾ നമ്മളോട് ഓപ്പൺ ആയിട്ട് ചോദിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുക. അല്ലെങ്കിൽ അവർക്കൊരു മടി ഉണ്ടാവില്ല. നമ്മളിപ്പോൾ അവരോട് ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ അവർക്ക് ഇത് റിലേറ്റഡ് എന്തെങ്കിലും സംശയം ഉണ്ടായാലും അവരവരുടെ ഫ്രണ്ട്സിനോടല്ലേ ചോദിക്കാൻ പോകുള്ളൂ, നമ്മളടുത്ത് വന്ന് ചോദിക്കുമോ? ഇല്ല. അപ്പോൾ ശരിക്ക് കുറെ കാര്യങ്ങൾ അറിയുന്നത് സ്കൂളിൽ നിന്നായിരിക്കും, സ്കൂളിൽ ഇന്റർനെറ്റിൽ ഇപ്പം എല്ലാം ഈ ഗൂഗിൾ സെർച്ച് ചെയ്ത് അവർക്ക് എല്ലാം ഇപ്പൊ കിട്ടുന്നുണ്ട്. പക്ഷെ ശരിക്കും ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്നുള്ള അറിവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത്തരത്തിലുള്ള അറിവ് പാരന്റ്സ് മാത്രമാണോ, ടീച്ചേഴ്സും ഇതിനെ കുറിച്ച് അല്ലേ ശ്രദ്ധിക്കേണ്ടതില്ലേ? പാരൻസും ടീച്ചേഴ്സും എല്ലാവരും തന്നെ ശരിക്കും ഇത് സ്വന്തമായിട്ട് പഠിച്ചെടുക്കേണ്ട കാര്യമല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ. ഇപ്പൊ എൻ്റെ മോളിപ്പോൾ 7 years ആണ്. എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. എന്താണ് പീരീഡ്സ് ഒക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. എന്താണ് ഇപ്പം ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ പാഡിൻ്റെ അഡ്വർടൈസ്മെന്റ് തന്നെ കണ്ടിട്ടില്ല, നീല കളർ മഷി വെച്ചിട്ട്. ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ആ മഷി ഒഴിച്ച് ഇങ്ങനെ കളിക്കാനുള്ള സാധനമാണെന്നൊക്കെ. പക്ഷെ എനിക്ക് ശരിക്കും പീരീഡ്സ് ആയതിനു ശേഷമാണ് ഞാനത് മനസ്സിലാക്കുന്നത് തന്നെ. ഓക്കെ, ഇങ്ങനെ സാധനം ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ കുറെ പേർക്ക് ഇപ്പൊ ഒത്തിരി ചെറുപ്പത്തിലെ പീരീഡ്സ് വരുന്നുണ്ട്. അപ്പം അത് കാരണം നമുക്ക് എത്ര പെട്ടെന്ന് അവർക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നോ അത്രയും നല്ലത്. ഇപ്പൊ മോൾക്ക് ഇപ്പൊ ആൺകുട്ടികളിലൊക്കെ പാരൻസ് ആണെങ്കിൽ ഈ മൂഡ് സ്വിങ്സ് വരുന്നുണ്ട്, ഈ പീരീഡ്സ് റിലേറ്റഡ് ബുദ്ധിമുട്ടുണ്ട്, ഇതൊക്കെ ശരിക്കും അവർക്കും പറഞ്ഞു കൊടുത്താലല്ലേ പിന്നീട് അവർക്കൊരു പാർട്ട്ണർ ഉണ്ടായി കഴിയുമ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട്, ഇപ്പൊ എൻ്റെ അമ്മയുടെതൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അവരതൊന്നും കുട്ടീനെ അറിയിക്കണമെന്ന് അതൊന്നും പറയേണ്ട ആവശ്യമില്ല, മനസ്സിലാവില്ല എന്നല്ല. പക്ഷെ എൻ്റെ മോൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ദേഷ്യം ചെറുതായിട്ടൊന്നും നമുക്ക് അമ്മയ്ക്ക് പീരീഡ്സ് വരാറായോ നോക്കിയിട്ട് ശരിയാണ്, അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, ഒന്ന് സൂക്ഷിച്ചോട്ടോ, അമ്മനൊക്കെ ശ്രദ്ധിക്കണേ എന്നൊക്കെ ഇങ്ങോട്ടാണ് പറഞ്ഞു തരുന്നത്. ഞാൻ അവളോട് പറയാറുണ്ട്, ഒന്ന് സൂക്ഷിച്ചോട്ടോ, സമയത്ത് നല്ലോണം പെട്ടെന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു തീർത്തോ, സമയത്ത് കയറി കിടന്നുറങ്ങി, ഞാൻ ഇച്ചിരി സൂക്ഷിച്ചോ. ഞാൻ അവളോട് പറയുമ്പോൾ അവൾക്കത് മനസ്സിലാവുന്നുണ്ട്. അവൾക്ക് 7 വയസ്സേ ആയിട്ടുള്ളൂ. അതിപ്പോ അവളുടെ സ്ഥാനത്ത് ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിലും ഞാൻ ഇതന്നെ പറഞ്ഞേനെ അവനോട്, കാരണം അത് മനസ്സിലാക്കി വേണം അവരത് വളരാനായിട്ട്. ഈ സ്ത്രീകളുടെ മൂഡ് സ്വിങ്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ പോലും, പീരീഡ്സ് ടൈം ആണെങ്കിൽ പോലും, അല്ലാതെ ശരിക്കും ഈ പുരുഷൻ്റെ മാനസികാവസ്ഥകളുണ്ടായിരിക്കും, അവരിലേക്കും ഈ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അത് ശരിക്കും പലപ്പോഴും സംസാരങ്ങളിൽ പുറത്ത് ഉണ്ടാവാറില്ല. ചോദിച്ചോട്ടെ, ഈ മൂഡ് സ്വിങ്സ് സ്ത്രീകൾക്ക് മാത്രമാണെന്ന് ആരാ പറഞ്ഞത്? അതാണ് എൻ്റെ ചോദ്യം. പക്ഷെ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും സ്ത്രീകളുടെ ആ അവസ്ഥയെ മനസ്സിലാക്കി പെരുമാറണം, സംസാരിക്കണം, നിലകൊള്ളണം എന്നൊക്കെയാണ് പറയാറുള്ളത്. ശരിക്കും പുരുഷന്മാർക്കും ഇത്തരത്തിലുള്ള അവസ്ഥയില്ലേ? ഈ ഒരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻ അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ട്. പക്ഷെ സ്ത്രീകൾക്ക് അതൊരു സൈക്ലിക് ആയിട്ടാണ് വരിക. ഇപ്പോൾ 28 ഡേയ്സിൻ്റെ സൈക്കിൾ ആണെങ്കിൽ ആ ഒരു ഈസ്ട്രോജൻ ലെവല് എല്ലായ്പ്പോഴും ആ ഒരു ത്രൂ ഔട്ട് 28 ഡേയ്സ് സെയിം ആയിരിക്കില്ല. അപ്പം അതിനനുസരിച്ച് അതുപോലെ തന്നെ പീരീഡ്സിന് തൊട്ട് മുമ്പ് ആ ഒരു കുറച്ച് ദിവസം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക്. പക്ഷെ അതുപോലെ തന്നെ ആണുങ്ങൾക്ക് അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു ദിവസം തന്നെ മെയിൽ സെക്സ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ, രാവിലെ ടെസ്റ്റോസ്റ്റിറോൺ ഭയങ്കര ഹൈ ആയിരിക്കും, വൈകുന്നേരം ആകുമ്പോഴേക്കും അത് കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ അവർക്ക് ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറിറ്റേഷനും ഒരു മോട്ടിവേഷൻ കുറവും ഇതൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. ഈ ലൈഫ് സ്റ്റൈല് നല്ലതല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് അല്ല, തോന്നുന്ന പോലെയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ അത് പെണ്ണായാലും ആണായാലും ഈ മൂഡ് സ്വിങ്സും ഇറിറ്റേഷനൊക്കെ അവിടെ വരും. ഈ പലപ്പോഴും ഈ സ്ട്രെസ്സിനെ കുറിച്ച് സംസാരിക്കാൻ ചിലപ്പോൾ കൂടുതൽ പറയും വർക്ക് പ്രഷറാടാ,
അല്ലെങ്കിൽ ലൈഫ് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് എന്നുള്ള സംഭവങ്ങൾ പറയും. ശരിക്കും സ്ട്രെസ്സിനല്ലാതെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഒരു ഘടകമല്ലേ? ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഏത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏതൊക്കെ മേഖലകളായിരിക്കും? ലൈഫ് സ്റ്റൈൽ, ഫുഡ്, എക്സസൈസ് ഇല്ലാതെ ഇരുന്ന് വർക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു പണ്ടത്തെ കാലത്ത് ഒരു ചെറിയൊരു എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ പുറകെ ഒരു പട്ടി കടിക്കാൻ വന്നു. ആ പട്ടി വരുന്നത് അറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പേടി വരും. പേടി വന്നപ്പോൾ കോർട്ടിസോൾ ഉണ്ടാവും, കാരണം സ്ട്രെസ് ഹോർമോൺസ് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ആ ഓടാനുള്ള എനർജി കിട്ടും. അപ്പം നമ്മൾ നോർമൽ ഓടുന്നതിനേക്കാളും നമ്മൾ കൂടുതൽ സ്പീഡിൽ അന്നേരം ഓടും. അപ്പോൾ ആ ഉണ്ടായ സാധനം അവിടെ അങ്ങ് ബേൺ ഔട്ട് ആയി പോവും. പക്ഷെ നമ്മളിപ്പോൾ കുത്തിയിരുന്ന് ഈ സ്ട്രെസ് എടുക്കുമ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാവുന്നത്. പക്ഷെ അത് എവിടെയും പുറത്തോട്ട് പോകുന്നില്ല, അതിങ്ങനെ അക്കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. അത് പിന്നെ പല പല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ടായിരിക്കും പിന്നെ അത് മാറുന്നത്. ഒരു സ്ട്രെസ് ഇല്ലാത്തൊരു ജീവിതത്തിൽ നയിക്കാൻ കൊടുക്കാൻ പറ്റിയ ഒരു 5 ഉപദേശങ്ങൾ പറഞ്ഞു. അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുക, സമയത്ത് നന്നായിട്ട് ഉറങ്ങുക, എക്സസൈസ് ചെയ്യുക, ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ. പക്ഷേ സ്ട്രെസ് എന്ന് പറയുമ്പോൾ പറയുന്ന കാരണങ്ങളൊന്നും ഇതല്ലല്ലോ അതിന് പറയുന്നത്. ശരിക്കും അതിൻ്റെ ഒരു റൂട്ട് കോസ് എന്താ ശരിക്കും? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാ ജോലി ചെയ്യുന്നത്? വരുമാനം കിട്ടാൻ, ജീവിതം ഭയങ്കര നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അൾട്ടിമേറ്റ്ലി എന്താ വേണ്ടത്? മനസ്സമാധാനമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഈ പണമില്ലെങ്കിൽ ഇതൊന്നും കിട്ടില്ലല്ലോ. പണം വേണം, പക്ഷെ ആ കിട്ടുന്ന പണം നമ്മൾ കൂട്ടി വെച്ചിട്ട് നമുക്ക് വലുതെങ്കിലും കിട്ടാനുണ്ടോ? ഈ കുറേ കൂടിയും ഈ ഭാവിയെ ആലോചിച്ചിട്ടായിരിക്കും ആളുകൾ ജീവിക്കുന്നുണ്ടായിരിക്കും അല്ലേ? നാളെ എന്ത് എന്നുള്ളതായിരിക്കും. ഇന്ന് എന്നുള്ളതോ അല്ലെങ്കിൽ വർത്തമാനകാലം പ്രശ്നമല്ല എന്നുള്ള സാധനം. അപ്പോൾ ഈ സ്വരു കൂട്ടി വെക്കുക. പക്ഷേ ഇതല്ലാത്തൊരു സമയത്താണെന്നുണ്ടെങ്കിൽ പോലും ഈ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ വരെ താളം തെറ്റിപ്പോകുന്ന കുറേ ജീവിതങ്ങളാണ് നമുക്ക് ചുറ്റുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ ശരിക്കും മനുഷ്യൻ്റെ അത്ര ചിന്തയെ തടുക്കാൻ പറ്റുമോ നമുക്ക്? ഇപ്പോൾ ഹോസ്പിറ്റലിലെ പ്രശ്നങ്ങളാണെങ്കിൽ നമ്മളൊരു ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ നമുക്കവിടെ ആ ഒരു ടെൻഷൻ ഒഴിവായി കിട്ടി കുറേയൊക്കെ. പൈസ വേണം, പക്ഷെ ആ പൈസ ഉണ്ടാക്കുന്നത് മാത്രമാവരുത് നമ്മുടെ ഒരു ജീവിത ലക്ഷ്യം. നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങണം. ഈ പൈസയ്ക്ക് വേണ്ടി നമ്മൾ ഉറക്കമൊഴിച്ച് പണിയെടുത്തിട്ട് അവസാനം എന്താ കിട്ടാൻ പോകുന്നത്? പക്ഷേ നമ്മളിപ്പോൾ ഈ പലപ്പോഴും എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ദിവസവേതനത്തിന് അല്ലെ ദിവസക്കൂലിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ശതമാനം കൂടുതൽ. ഇപ്പോൾ അവർക്ക് അന്നു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുന്ന മാത്രമായിരിക്കും ചിലപ്പോൾ വരുമാനം കിട്ടുക. ഒരാളുടെ വരുമാനത്തിലൂടെ 4-5 പേർ കഴിയുന്ന കുടുംബങ്ങളാണ് ഒരുപാട്. അപ്പം ഇതിങ്ങനെ പോവാം. ഇതിൽ നിന്ന് മാറിയുള്ള വ്യത്യാസം, നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റൽ കേസ് ആവാം, മക്കളുടെ വിദ്യാഭ്യാസം ആവാം, ഇതൊന്നും അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതങ്ങളും അല്ലെങ്കിൽ കുറേയേറെ കാര്യങ്ങളിൽ നമുക്ക് ചുറ്റും വരുമ്പോൾ അത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈലും അത് നമുക്കും എൻജോയ് ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഈ ഒരു പ്രവണത ആളുകളിലേക്ക് കൂടുതൽ സമ്പാദിക്കാൻ തോന്നിപ്പിക്കാം അല്ലേ? കൂടുതൽ വർക്ക് ചെയ്യണം, കൂടുതൽ സമ്പാദിക്കണം ചിന്ത. ആ ചിന്തയെ കുറ്റം പറയാൻ പറ്റുമോ? ആ ചിന്തേനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്നും അതേ രീതിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ഇപ്പം നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് നമ്മളൊരു പൊസിഷനിൽ എത്തിയെന്ന് വിചാരിച്ചു. ഇനി അവിടുന്ന് പിന്നെയും നമ്മൾ ആ ഒരു ഗ്രീഡ് വരില്ലേ, കൂടുതൽ വേണം 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 എന്നുള്ള ഒരു ചെറുതായിട്ട് നമുക്കൊന്ന് കൺട്രോൾ. ഇപ്പൊ പണി എടുക്കാനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 24 മണിക്കൂറും പണിയെടുക്കാം, ഉറക്കമൊക്കെ ഒഴിച്ച് നമുക്ക് കഷ്ടപ്പെടാൻ വേണമെന്നുണ്ടെങ്കിൽ. പക്ഷെ അല്ലാതെയും നമുക്ക് ആവശ്യത്തിന് പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ അത് സ്പെൻഡ് ചെയ്യാനും ഒരു മനസ്സ് വേണം, നമുക്ക് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ശരിക്കും ഈ പലപ്പോഴും ഈ പാരന്റിങ് സാക്രിഫൈസ് ആയിട്ട് മാറുന്നുണ്ടോ? അവരുടേതായിട്ടൊരു ജീവിതം ശരിക്കും അവിടെ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ കുട്ടികൾക്ക്? സാക്രിഫൈസ് എന്നുള്ള വാക്ക് ശരിക്ക് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിലാണെങ്കിലും സാക്രിഫൈസ് അല്ല അവിടെ വേണ്ടത്, നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. 2 പേര് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുക. ഒരാൾ ഒരു ലോ ആവുന്ന സമയത്ത് മറ്റേ ആൾക്ക് അവിടെ പിച്ചിൻ ചെയ്യാൻ പറ്റണം. ഇപ്പൊ 2 പേർക്കും സെയിം ക്വാളിറ്റീസ് ആയിരിക്കണം എന്നില്ല ഉണ്ടാവുക. 2 പേര് ഏതിലാണോ നല്ലത് അവരതിൽ ഫോക്കസ് ചെയ്തോളും. പക്ഷെ അതിൽ ഒരാളൊന്ന് ഡൗൺ ആകുമ്പോൾ മറ്റേ ആള് ബാലൻസ് ചെയ്ത് ആ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുക. അല്ലാതെ അവിടെ ഒരാൾക്ക് അവരുടെ സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് പിന്നെ അധികം നല്ല രീതിയിലല്ല അത് പോകുന്നത്. ഞാനതിനെ ഒരു ടോക്സിക് ആയിട്ടേ കാണുള്ളൂ. 2 പേർക്കും അവിടെ ഗ്രോത്ത് വേണം ഒരു മാരേജ് ആണെങ്കിൽ. ഈ വിവാഹത്തിന് താങ്കൾ കാണുന്ന ഒരു പ്രായം എത്രയാണ്? പ്രായം എന്നല്ല, നമ്മൾ പ്രായം ഒരു മാനദണ്ഡമാണോ? അല്ല അല്ല, പക്ഷെ ഒരു എന്നാലും വാക്ക് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. +25 അങ്ങനെ ഞാൻ അതിനൊരു പ്രായം പറയില്ല. എന്തുകൊണ്ടാണ് അതിന് സ്ത്രീക്ക് ഒരു പ്രായവും പുരുഷന് ഒരു പ്രായവും ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല.
രണ്ടുപേർക്കും ഒരേ പ്രായം തന്നെ മതി? അങ്ങനെയല്ല, രണ്ടുപേർക്കും ഒരു പ്രായമാണെങ്കിൽ ഒരാൾക്ക് ഇച്ചിരി പ്രായം കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അതൊന്നും അവിടെ മാറ്റർ ചെയ്യുന്നില്ല. അല്ല, ഈ കല്യാണം കഴിക്കുന്നത് ആണുങ്ങൾക്ക് പ്രായം കൂടുതൽ, ആളുകൾ പ്രായം കുറഞ്ഞ സ്ത്രീകൾ വിവാഹം കഴിക്കുന്നത്, അതിനെ പറ്റിയല്ല ഞാൻ ചോദിച്ചേ. വിവാഹ പ്രായം എന്നുള്ള സംഭവം, വിവാഹ പ്രായം പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. ഓക്കെ. സ്വന്തമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ അറിയണം. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ കല്യാണം കഴിക്കരുത്. ഓക്കെ, ഒരു സന്തോഷത്തിന് വേണ്ടി കല്യാണം കഴിക്കരുതോ? അതായത് അങ്ങനെയല്ല, നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് വേറൊരാൾ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ ഒരിക്കലും കല്യാണം കഴിക്കരുത്. അപ്പൊ ഒരാളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റണം. കല്യാണം കഴിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിട്ട് കാണും അല്ലേ? ചിലപ്പോൾ പറയും, നിനക്ക് പെണ്ണ് കിട്ടാത്തതുകൊണ്ട് അല്ലെങ്കിൽ നിനക്ക് ചെക്കൻ കിട്ടാത്തതുകൊണ്ടാ എന്ന് പറയുന്നവരായിരിക്കും കൂടുതലുണ്ടാവുക. കല്യാണം നടന്നില്ല, ആയില്ല അല്ലേ എന്നുള്ളൊരു ആക്കിയ ടോൺ ഉണ്ടായിരിക്കും. വിവാഹം കഴിക്കാത്തത് എന്തുകൊണ്ടാണ്, കല്യാണം കഴിക്കാതിരിക്കുന്നതും ഒരു ഓപ്ഷനാണ് എന്നു ആളുകൾ ചിന്തിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ പറ്റില്ലേ? അത് അവരവരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ? ആ പേഴ്സണൽ ചോയ്സിനെ, അതൊരു ചോയ്സാണ്, അത് ഞങ്ങൾ എടുത്തൊരു ഇതാണ്. അതെന്താ ആളുകൾ അങ്ങനെ എടുക്കാത്ത? കല്യാണം കഴിച്ചവർ കല്യാണം കഴിക്കാത്ത പറ്റുന്ന ആളുകളുടെ ചിന്ത മാറ്റാൻ പറ്റും. അത് മാറ്റേണ്ടതാണോ? അത് ആളുകളെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ചിന്തയിലെ വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് ചിന്തിക്കണോ അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. നമുക്കൊരിക്കലും മറ്റുള്ളവരുടെ ചിന്ത, ഇപ്പൊ കല്യാണം കഴിച്ചതാണോ, പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടിയില്ലേ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴാ കല്യാണം, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടി എപ്പോഴാ, ഒരു കുട്ടിയായി കഴിഞ്ഞാൽ അടുത്ത കുട്ടിക്കുള്ള സമയമായി, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി അല്ല. അങ്ങനെ സ്വന്തമായിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിട്ട് മാറ്റേണ്ടി വന്നിട്ടുണ്ടോ? എങ്ങനെ? വിവാഹം കഴിക്കാതിരിക്കാന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും? ഞാൻ അങ്ങനത്തെ ഒരു ഓപ്ഷനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നുണ്ടോ ആളായിരുന്നു അതല്ലേ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിക്കൂ അങ്ങനെയാണോ? എനിക്ക് കല്യാണം കഴിച്ചിട്ട് വേണം എനിക്കൊന്ന് യാത്രയൊക്കെ പോവാനായിട്ട്, ഒന്ന് കറങ്ങി നടക്കാനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ആയിരുന്നു എനിക്ക്. അപ്പൊ നമ്മളിപ്പോ 10 വർഷം മുമ്പ് ഞാൻ ചിന്തിക്കുന്ന രീതിയിലല്ല ഇപ്പൊ ഞാൻ ചിന്തിക്കുക. അപ്പൊ ആ ഒരു 10 വർഷത്തിന് ഇടയിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് ഇപ്പുറം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്താ? ഡിപ്പെൻഡൻസി സാധനം കുറയ്ക്കുക ചെയ്തത്. ഭയങ്കര ആളുകൾ ഡിപ്പെൻഡന്റ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഫാദർ എന്നുള്ള സാധനം എന്തൊക്കെ ചെയ്തിരുന്നോ എനിക്കത് ഹസ്ബൻഡിന്റെ അടുത്ത് നിന്നുള്ള അതൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നു ഒരു പരിധി വരെയൊക്കെ. പക്ഷെ ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ആ ഒരു റിയലൈസേഷൻ ഉണ്ടായി, ഒറ്റയ്ക്ക് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കിയാലേ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്കൊരു സ്ഥലത്ത് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ പാർട്ട്ണർക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോവില്ല. അങ്ങനെയായിരുന്നു ഒരു പരിധി വരെ. ഇപ്പൊ അങ്ങനെയല്ല, വരുന്നില്ല, ഞാൻ പോയിട്ട് വരാട്ടോ, കൊച്ചിനെ നോക്കിക്കോട്ടോ, മറ്റേത് ഒരുമിച്ച് പോകണം അല്ലെങ്കിൽ അനുവാദം വേണം, അങ്ങനെയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, നീ അന്ന് ഫ്രീ ആണോ, കുട്ടീനെ നോക്കിക്കോളൂ, ഞാൻ പോയിട്ട് വരാം. സൈക്കോളജിസ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരാളെ കൺസൾട്ട് ചെയ്യുന്നില്ല എന്തായിരുന്നു? ഒരാളെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് കുറച്ച് സെഷൻസ് നമ്മൾ പോവുക, നമ്മളൊരു തെറപ്പി എന്നുള്ള മോഡിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അവരെ മനസ്സിലാക്കാനാണ് കുറച്ച് 1-2 സെഷൻസ്. എന്താണ് ഇഷ്യൂ, നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം വന്ന് സംസാരിക്കുന്നത് കൊണ്ട് നമുക്ക് അവരുടെ ശരിക്കുള്ള പ്രശ്നം മനസ്സിലാവണമെന്നില്ല. കാരണം എല്ലാം പറയണമെന്നില്ല. നമ്മളടുത്ത് അവർക്ക് ആ ഒരു ഓപ്പൺ അപ്പ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. ചില ക്ലയൻസിൻ്റെ ഒക്കെ 3-4 സെഷൻസ് കഴിഞ്ഞപ്പോഴാണ് ഇതാണ് പ്രശ്നം എന്നിങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് ചിലപ്പോൾ എന്തെങ്കിലും ചെറുപ്പത്തിൽ എന്തെങ്കിലും ഇൻസിഡൻ്റ് ആവാം, അല്ലെങ്കിൽ പാരൻസുമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ആവാം, എന്തും ആവാം. പക്ഷെ അതൊന്നും അവർക്ക് തന്നെ അത് മനസ്സിലാവണമെന്നില്ല. പക്ഷെ പല കാര്യങ്ങൾ പറഞ്ഞു വരും. അതിനാണ് ഈ ഒരു തെറപ്പി എന്ന് പറയുമ്പോൾ ഫോളോ അപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും ഒത്തിരി ആൾക്കാർ വരുന്നത് ഒരു സെഷൻ വന്നു കഴിഞ്ഞു, ഇതോടെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ആൾക്കാർ ഇതിനെ കാണുന്നത്. ശരിക്കും നല്ലൊരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ അപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മൾ ഈ തുറന്ന പറച്ചിൽ അനിവാര്യമാണോ ഈ വന്നിരിക്കുന്ന ആൾ, അതോ നമ്മൾ മൈൻഡ് റീഡിങ്ങിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും? മൈൻഡ് റീഡ് ചെയ്യാനൊന്നും അറിയില്ല. നിങ്ങൾ സൈക്കോളജിസ്റ്റുകളെ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളോട് സംസാരിക്കുമ്പോൾ നോക്കിയിട്ട് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ മെന്റലിസ്റ്റ് അല്ല ഞാൻ സംസാരിക്കുന്നത്, പക്ഷെ സൈക്കോളജിയിൽ മെന്റലിസം കൂടി ഉള്ളവർ ഇല്ലേ, അറിയുന്നവരുണ്ടാവും. പക്ഷെ നമ്മൾ സംസാരിക്കുന്നതിൽ ശരിയാണ്, ചിലപ്പോൾ കള്ളം പറയുവാണെങ്കിൽ ചിലപ്പോൾ നമുക്കതൊന്ന്, നമ്മൾ ഇത്രയധികം ആൾക്കാരെ സംസാരിക്കുന്നതല്ലേ, ആ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള വരുന്നതേ ഉള്ളൂ. അല്ലാതെ നമുക്കൊരാളുടെ മനസ്സിലിരിക്കുന്നത് ഇങ്ങനെ നോക്കി ഇപ്പോൾ റോഹൻ എന്താ ആലോചിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഈ സൈക്കോളജിസ്റ്റ് അതുപോലെ മെന്റലിസ്റ്റുകൾ ഇവരൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ, പാർട്ട്ണർക്ക് കള്ളം പറയാൻ പറ്റുമോ? അങ്ങനെയല്ല, നമ്മൾ
ക്ലിനിക്കിൽ സൈക്കോളജിസ്റ്റ് ആയിട്ടിരുന്നാൽ മതി, വീട്ടിൽ പോയി സൈക്കോളജിസ്റ്റ് ആവേണ്ട കാര്യം. പക്ഷെ ഇവരിൽ ഉള്ളിൽ അറിയാതെ ഈ സാധനം പുറത്ത് വരുമല്ലോ. പ്രത്യേകിച്ച് പാർട്ണർ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പൊസസീവ്നെസ് വരും, ഇൻസെക്യൂർ ആവും. അപ്പം ഇങ്ങനെ വരുമ്പോൾ എടാ നീ എന്താ പറയണെന്നുള്ളത് എനിക്ക് അറിയാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരുമോ. നമ്മൾ അവിടെ സൈക്കോളജിസ്റ്റ് ആവാം, പോവാതിരുന്നാ നല്ലത്. ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വേറൊരു സൈക്കോളജിസ്റ്റിനെ കാണണം. അല്ലാതെ ഞാൻ അവിടെ സോൾവ് ചെയ്യാൻ പോയാൽ സോൾവ് ആവില്ല. ഓക്കെ, അല്ല ഞാൻ അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിനെ പറ്റിയല്ല പറഞ്ഞത്. അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി പെട്ടെന്ന് പിടി കിട്ടുമെന്ന് ചോദിക്കുന്നത്. അതാ ഞാൻ ചോദിച്ചു, മനസ്സിലാവും. പിടി കിട്ടും, പക്ഷെ അവിടെ എല്ലാം പറയേണ്ട കാര്യമില്ല. നമുക്ക് മനസ്സിലാവുന്ന എല്ലാം പറയേണ്ടത് ആവശ്യമില്ല. ആ ഒരു സാധനം നമുക്ക് ഒരു ഒബ്വിയസ്ലി നമ്മുടെ കൂടെ ഒരാൾ താമസിക്കുമ്പോൾ അവരുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളെല്ലാം കറക്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ആദ്യം എനിക്ക് ഇവിടെ അകത്ത് നിൽക്കണം അല്ലേ, എന്നിട്ട് പിന്നെ കറക്ഷൻ നടത്താന്നുള്ള സംഭവം. എന്ത് മാറ്റം കൊണ്ടുവരുന്ന ചിന്തിക്കുന്ന സ്കൂളുകളിൽ, വിദ്യാർത്ഥികളിൽ, അധ്യാപകരിലൊക്കെ? സൈക്കോളജി എന്നുള്ള ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. അവരുടെ ഇമോഷൻസും ഈ നീഡ്സ് ഒക്കെ മനസ്സിലാവാനായിട്ട് അവർക്കൊരു ഗൈഡൻസ് സ്കൂളിൽ നിന്ന് അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പൊതുവെ ഞാൻ കാണുന്ന ഒരു സാധനമാണ്, കുട്ടികൾക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, ഒരു പ്രശ്നത്തിൽ ചാടിക്കഴിഞ്ഞാൽ അവരവരുടെ പാരൻസിനെ അല്ല അപ്രോച്ച് ചെയ്യുന്നത്. പേടിയാണ് അവർക്ക് പാരൻസിനോട് പറയാൻ. പാരൻസ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള ആ ഒരു പേടി, അത് മാറ്റിക്കോ. അത് പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ആ ഒരു പേടി കുട്ടികൾക്ക് ഉണ്ടാവാൻ പാടില്ല. അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആദ്യം നമ്മളെ പാരൻസിനെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ ആയിരിക്കണം അപ്രോച്ച് ചെയ്യുന്നത്. ഒരു സ്കൂളിൽ 1 മണിക്കൂർ ക്ലാസ് എടുക്കാൻ തന്നാൽ എന്ത് ടോപ്പിക് ആയിരിക്കും ക്ലാസ് എടുക്കുക പിള്ളേർക്ക്? ബുക്സ് റീഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം, അതിൻ്റെ ഇമ്പോർട്ടൻസ്, സ്ക്രീൻ ടൈം മാറ്റിയിട്ട് റീഡിങ്ങിലോട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ളത്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഞാനത് അതിനെ റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ കുറേ പിള്ളേർ ഭക്ഷണം കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ വാശി പിടിച്ച് കഴിഞ്ഞാൽ ഫോൺ കൊടുക്കണം എന്നൊരു ശീലത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിലെ എത്രത്തോളം അപകടം ഒളിഞ്ഞു കിടപ്പുണ്ട് ശരിക്കും? നമ്മൾ ഈ അപകടം എന്ന് പറയുമ്പോൾ ഈ സ്ക്രീൻ ടൈം എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും അവിടെ യൂസ് ചെയ്യുന്നില്ല. ഈ സ്ക്രീനിൽ നമ്മളിങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കണ്ടു പോകണമെന്നല്ലാതെ അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു സാധനം പുറത്തു വരുന്നില്ല. നമ്മൾ പക്ഷെ ഒരു ബുക്ക് വായിക്കാന്ന് വെച്ചോ, ആ ഒരു സ്ക്രീനിന് പകരം നമ്മളൊരു ബുക്ക് വായിക്കുക, എന്താ സംഭവിക്കുക? നമ്മൾ ആ കഥ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് തന്നെ നമ്മളിങ്ങനെ ഇതൊക്കെ ഡയറക്റ്റ് ചെയ്ത് പോകും. നമ്മൾ കാണും മനസ്സിൽ ആ സ്റ്റോറി. അപ്പോൾ അവിടെ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ടി വിയിൽ മൂവി കാണാന്ന് പറയുമ്പോഴേക്കും മറ്റാരുടെയോ മനസ്സിലുണ്ടായ ഒരു ഐഡിയ ആണ് അവിടെ കാണുന്നത്. അവിടെ നമുക്കൊരു റോളില്ല. അപ്പോൾ ശരിക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാണെങ്കിൽ ആ സെയിം ബുക്കിന്റെ മൂവി ഉണ്ടാക്കി കാണിച്ചു കൊടുത്താൽ ഇഷ്ടപ്പെടില്ല. ഇപ്പം എന്നോടാണെങ്കിലും എനിക്ക് ഒരു ബുക്ക് റീഡ് ചെയ്യുക, അതേ ബുക്കിന്റെ ഒരു മൂവി വേറൊരാൾ ഉണ്ടാക്കിയത് കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് ഞാൻ ആ ബുക്കായിരിക്കും. നമ്മൾ ടീച്ചേഴ്സ് തന്നെ പലപ്പോഴും പഠിപ്പിക്കുന്ന കാര്യമാണ്, ഈ എക്സാമിന് സമയത്ത് തന്നെ വരുമ്പോഴാണ് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് കണക്ട് ചെയ്ത് നമുക്ക് ആ കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് നോക്കുക. അതിൻ്റെ മാർഗ്ഗം എന്താണെങ്കിലും ലക്ഷ്യമാണ് പ്രാധാന്യം എന്നുള്ള രീതിയിലേക്ക് പറയാറുണ്ട്. അപ്പോൾ കുറേയും കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്ന മാർഗ്ഗം എന്താണോ, ആ മാധ്യമം യൂസ് ചെയ്യുക എന്താണോ നല്ലത്, അതല്ലെങ്കിൽ ഇന്ന രീതിയിലൂടെ തന്നെ അത് പഠിച്ചെടുക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടോ? ബൈ ഹാർട്ട് ചെയ്യുന്നതിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. കുട്ടികൾ കൂടുതൽ പഠിച്ചില്ലെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണമെന്നേ ഉള്ളൂ. ഇപ്പൊ എല്ലാവർക്കും എല്ലാ സബ്ജക്ട്സും പഠിക്കാനുള്ള കഴിവുണ്ടാവണമെന്നില്ല, ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. എക്സാക്ട് വേർഡ് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനത്തിൽ കൂടുതൽ അറിയാനായിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റി, അതാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും അതിനെപ്പറ്റി വായിക്കുന്നത്. ഇപ്പം ഞാൻ തന്നെ പറയുകയാണെങ്കിൽ, ഞാൻ ആ ഒരു ഫിനാൻസ് ബാങ്കിങ് സെക്ടറിലും ഫിനാൻസിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അതിനായിട്ട് ഇങ്ങനെ എൻ്റെ ഇത് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം, എക്സ്ട്രാ പഠിക്കണം, വായിക്കണം എന്നൊന്നും എനിക്ക് ഒരിക്കലും തോന്നാറില്ല സബ്ജക്ട്സ്. പക്ഷെ സൈക്കോളജിയിൽ വന്നപ്പോൾ എനിക്ക് അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു പുതിയ ടേമോ പുതിയ എന്തെങ്കിലും സാധനം ഞാൻ അപ്പം തന്നെ അതിനെപ്പറ്റി എന്താ സാധനം എന്നൊക്കെ മനസ്സിലാക്കി വായിക്കാനായിട്ട് എനിക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഇവിടെ. അതല്ലേ ശരിക്കും വേണ്ടത്. അപ്പൊ നമുക്ക് പഠിക്കുന്നതിനെ നമുക്കൊരു എഫേർട്ടായിട്ട് എടുക്കൂല. നമ്മളൊരു സാധനം പുതിയത് പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വീണ്ടും വീണ്ടും വായിക്കാനും പഠിക്കാനും ഉള്ള ആ ഒരു മോട്ടിവേഷൻ ഓട്ടോമാറ്റിക്കലി ഉണ്ട്, പുറത്തുനിന്ന് തരേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ പലപ്പോഴും നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പിൻ്റെ കേസ് പറയുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം ഉണ്ടാലും പേടിക്കുന്നു പറഞ്ഞാൽ, മുൻപ് നമുക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ പിന്നീട് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ആളിൽ നിന്ന് ആ പ്രശ്നങ്ങൾ കിട്ടിയില്ലെങ്കിലും നമ്മളിത് ഉള്ളിൽ കിടക്കുന്നുണ്ട്, പലപ്പോഴും ഇതിനെ കണക്ട് ചെയ്യാൻ നോക്കാറുണ്ട്. ശരിക്കും ഇത് വിള്ളലുണ്ടാക്കില്ലേ? അതാണ് പറയണത്. ഇപ്പൊ സപ്പോസ് ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി,
അതിൽ നിന്ന് ഹീൽ ചെയ്ത് നമ്മൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ വേറൊരു റിലേഷൻഷിപ്പിലോട്ട് ഒരിക്കലും ചാടരുത്. ഓക്കെ. അത് ചാടിയാൽ പിന്നെ അത് പ്രശ്നത്തിലോട്ടേ പോവുള്ളൂ. നമ്മൾ അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി അതിൽ നിന്ന് മൊത്തത്തിൽ ഹീൽ ചെയ്ത് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റും, എനിക്ക് സന്തോഷിക്കാനായിട്ട് വേറൊരാളുടെ ആവശ്യമില്ല എന്നുള്ളൊരു സ്റ്റേജ് എത്തിയിട്ട് മാത്രമേ നമ്മൾ പിന്നൊരു പുതിയ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ആലോചിക്കാൻ പാടുള്ളൂ. നമ്മളങ്ങനെ ഹീലായി പുതിയ റിലേഷൻഷിപ്പിലോട്ട് പോയി. ഓക്കെ, നമുക്ക് എന്നിട്ടും ഇത് ഓർത്തെടുത്ത് അല്ലെങ്കിൽ അതുപോലെ ആവോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ കുറേ പേരില്ലേ? എന്നിട്ട് ചിലപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ പോലും എൻജോയ് ചെയ്യാൻ പറ്റാതെ അതിൻ്റെ ഒരു ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റാതെ. അതാണ് പറയണത്, അവർക്ക് അവിടെ ഹീലിംഗ് ആവശ്യമുണ്ട്, ഹീൽ ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആണല്ലേ? അതെ, അതിൽ നിന്ന് അത് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ അത് കുത്തി തോണ്ടിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് മുമ്പിൽ സന്തോഷിക്കാൻ പറ്റില്ല. ആ ഒരു സമാധാനം എന്നുള്ള സാധനം നമുക്ക് അവിടെ കിട്ടില്ല. മിസ്റ്റേക്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ടാണ് പഠിക്കേണ്ടത്. അതും കൊണ്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ആ ഒരു പീസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റില്ല. ഈ മിസ്റ്റേക്സ് നിന്നാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത് തന്നെ, അല്ലേ? നമുക്ക് ഒരു തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത് അവിടെ നിന്നാണ്. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞു, പണ്ട് ഞാൻ അത്ര കരിയറിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു സമയത്ത് കഴിയുമ്പോൾ മനസ്സിലായി ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഇപ്പം ഞാൻ എൻ്റെ കുട്ടിയോടാണെങ്കിലും ഞാൻ പറയും, സ്വന്തം കാലിൽ നിന്നിട്ട് മതി കല്യാണവും ബാക്കി കാര്യങ്ങളൊക്കെ. ആ ഒരു സാധനം ഈ പലപ്പോഴും ഇത്തരം ബന്ധങ്ങളിൽ നമ്മൾ ഈ തുറന്നു പറച്ചിലുകൾ ഒരു പ്രശ്നമാണോ? തുറന്നു പറയുന്നത് നല്ലതാണെന്ന് പറയും, പക്ഷേ ഈ തുറന്നു പറച്ചിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇത് പിന്നീട് അതിൻ്റെ പേരിൽ ക്രൂശിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ തുറന്നു പറച്ചിലുകൾ നല്ലതാണോ? അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ആ ഒരു സിറ്റുവേഷൻ. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഈ ആളുകൾ സാഹചര്യം? നമുക്ക് ഓപ്പൺ ആയിട്ട് ഇപ്പം നമ്മുടെ പാർട്ട്ണറുടെ അടുത്താണെങ്കിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു അതങ്ങനെ വേണം. ശരിക്കും ഒരു പാർട്ട്ണറെ നമുക്ക് പറയാൻ പറ്റണം എപ്പോഴും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും. അതായത് ഞാൻ അവിടെ പോവാണ്, ഇവിടെ പോവാണ്, ഇത് ചെയ്യാണ്, ഇത് ചെയ്യാൻ, അങ്ങനെയല്ല. നമുക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ, ആ ഒരു പേടി അവിടെ വരാൻ പാടില്ല. അത് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റണം. പാസ്റ്റിലൊക്കെ ആണെങ്കിലും ഇപ്പം എന്തെങ്കിലും സാധനം എന്നെ ബോദർ ചെയ്യുന്നുണ്ട്, പഴയ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ഒരു സാധനം ഉണ്ട്, അത് എനിക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മാരേജ് ആണെങ്കിൽ എനിക്ക് അത് എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് പറയാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവരുത്. ശരിക്കും അങ്ങനെ തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള എക്സ്പെക്ടേഷൻസ് രണ്ടുപേരിലും വന്നിട്ട് എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാവാതെ പോകണം, അങ്ങനത്തെ സിറ്റുവേഷൻസ് പോയിട്ടുണ്ടോ, കടന്നു പോയിട്ടുണ്ടോ? ഒബ്വിയസ്ലി 12 വർഷത്തെ കല്യാണം എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് എല്ലാം വരും. ഈ കല്യാണം എന്ന് പറയുമ്പോഴേക്കും എന്താ പറയാ, എല്ലാം ഇങ്ങനെ സിനിമയിൽ കാണുന്നത് പോലെ അങ്ങനെയല്ല. നമ്മൾ എല്ലാ ഇപ്പൊ കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ലൈഫിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുമോ? ഇല്ല. കഴിച്ചാലും പ്രശ്നം ഉണ്ടാവണം, കഴിച്ചില്ലെങ്കിലും കഴിച്ചാലും സന്തോഷം ഉണ്ടാവും, കഴിച്ചില്ലെങ്കിലും സന്തോഷം ഉണ്ടാവും, അല്ലേ? അതെ, നമ്മൾ ആ ഒരു ഇഷ്യൂസിൽ മുങ്ങിപ്പോവാതിരിക്കുക, അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് പറ്റണം. രണ്ടുപേർക്കും ഒരുമിച്ച് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണം. പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതിങ്ങനെ ഒന്ന് കഴിയുമ്പോൾ അടുത്തത് എല്ലാം നമ്മൾ പുതിയ എക്സ്പീരിയൻസ് ആണ്. ഈ ശരിക്കും ഈ നവമാധ്യമങ്ങളിലൂടെ ശരിക്കും ഇത്തരം തോട്ട്സുകൾ പങ്കുവയ്ക്കാറുണ്ട്. കുറേ പേര് സമീപിക്കുന്നുണ്ടാവും, അല്ലേ? പ്രശ്നങ്ങൾ പറയുന്നുണ്ടായിരിക്കും. അങ്ങനെ അപ്പം ഏറ്റവും അങ്ങനെ കേട്ടൊരു അഭിമുഖീകരിച്ചൊരു പ്രശ്നം, ഇങ്ങനെയും ആളുകളുണ്ടല്ലോ എന്ന് ചിന്തിച്ചൊരു സമയം ഏതായിരുന്നു? ഈ പലപ്പോഴും വിവാഹേതര ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഫിസിക്കൽ നീഡിന് വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ സംസാരിക്കാറുള്ളത്, അല്ലേ? ശരിക്കും ഫിസിക്കലി നീഡ് മാത്രമല്ല, ഇമോഷണലി കൂടി കണക്ട് ചെയ്യാൻ പറ്റാത്തടത്ത് ഈ സംഭവങ്ങൾ ഇത് സംഭവിക്കാറില്ലേ ശരിക്കും? വിവാഹേതര ബന്ധങ്ങൾ, അവിഹിത ബന്ധങ്ങൾ. അതെ അതെ, ഇമോഷണൽ കണക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ പ്രത്യേകിച്ച് വരുന്നത് ഈ ഒരു കല്യാണം എന്ന് പറയുമ്പോഴേക്കും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് 2 ഫാമിലീസ് കമ്മിങ് ടുഗെദർ. അവിടെ 2 ഇൻഡിവിജ്വൽ ഉണ്ട്. അവർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന 2 ആൾക്കാർ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ അവർക്ക് വരുന്നത് ആ ഫാമിലീനെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് പലർക്കും വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഫാമിലീസിനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഓട്ടിപ്പാശലിൻ്റെ ഇടയ്ക്ക് ആ 2 പേർക്കിടയിലുള്ള ഗ്യാപ്പ് കൂടി വരികയാണ് പല കേസുകളും സംഭവിക്കുന്നത്. ഇപ്പോൾ ഇൻലോസിനെ അവരുടെ ഒരുപാട് ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അവരെ സന്തോഷിപ്പിച്ചാലേ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കൂ എന്നൊക്കെ വരികയാണെങ്കിൽ
ശരിക്കും ഒരു കല്യാണത്തിലോട്ട് കിടക്കുമ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന അതിന് മുമ്പ് ഉണ്ടായിരുന്ന ബന്ധങ്ങൾ, പാരൻസ് ആണെങ്കിലും സൗഹൃദങ്ങളാണെങ്കിലും മറ്റ് ഇതാണെങ്കിലും അതൊക്കെ സ്റ്റോപ്പ് ചെയ്യണമെന്നൊരു നിർബന്ധ ബുദ്ധിയിലോട്ട് വരുന്നുണ്ടോ? ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്, സ്റ്റോപ്പ് അല്ല ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ അവിടെ ഒരു പ്രയോറിറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ പാരൻസ് ആണെങ്കിലും ബ്രദർ ആണെങ്കിലും ഇവരൊക്കെ ആയിട്ട് ഒരു രക്തബന്ധമുണ്ട്. മാത്രമല്ല സെയിം ഒരുമിച്ച് വളർന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അവരെയായിട്ട് പിന്നെ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പം റോഹൻ കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു. റോഹൻ്റെ പേരൻസുമായിട്ടും സിബ്ലിങ്സൊക്കെ ആയിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്തെങ്കിലും ലൈഫ് മാറ്റും. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വരുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരേണ്ടത്. അപ്പോൾ അവളെ അവിടെ സെറ്റിൽ ആക്കാനായിട്ട് ഒരു എഫേർട്ട് എടുക്കേണ്ടതാരാ? തീർച്ചയായിട്ടും. ഇപ്പോൾ റോഹൻ്റെ വീട്ടിലോട്ടാണ് വരുന്നതെങ്കിൽ ആരാ അവിടെ വർക്ക് ചെയ്യേണ്ടത്? ഞാനായിരിക്കും. യെസ്. ഈ പലപ്പോഴും നിന്നുള്ള രീതിയിലേക്ക് വിവാഹം കഴിഞ്ഞു പോകുന്ന സമയത്താണെങ്കിലും ഈ മാറ്റി നടന്ന പോലെയാണോ ശരിക്കും അല്ലേ? അല്ല, അതല്ലേ ശരിക്കും സംഭവിക്കുന്നത്. ഫുൾ ചുറ്റുപാട് മാറുകയാണ്. ഇനി ഇത്രയും നാൾ നമ്മൾ അച്ഛനും അമ്മയും കണ്ട സ്ഥലത്ത് വേറൊരാളുടെ അച്ഛനെയും അമ്മേനെയും നമ്മൾ പാരൻസ് ആയിട്ട് കാണണം എന്ന് പറയുമ്പോൾ അത് ശരിക്കും സ്വിച്ചിട്ട പോലെ മാറ്റാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. ബുദ്ധിമുട്ടാണ് കുറെ കൂടി. അല്ലേ? നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ വേറെ സ്ഥലത്തോട്ട് നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ മാറ്റമുണ്ട്. അതായത് താമസ സ്ഥലം മാറുമ്പോൾ തന്നെ അപ്പോൾ ജീവിതമേ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുമെന്ന് പറയുമ്പോൾ അത് അല്ലേ, അത് ബുദ്ധിമുട്ടാണ് ശരിക്കും. ആ പ്രശ്നങ്ങൾ അന്നേരം ഡീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറേ കൂടി വലിയതായിട്ട് അത് മാറാനുള്ള സാധ്യത കൂടി ഉണ്ട്. ഒബ്വിയസ്ലി. ഇതുകൊണ്ടാണ് അണുകുടുംബങ്ങൾ കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അതുകൊണ്ടാണോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതും ഒരു കാരണമാണ്. അവിടെ ആ ഒരു കംഫർട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട ആള് ഹസ്ബൻഡാണ് അവിടെ. ഓക്കെ. ഈ ഒരു വിവാഹത്തിന് ശേഷം പലരും ചിലപ്പോൾ ഒരു മാസത്തെ ലീവിന് വന്നിട്ട് കല്യാണം കഴിക്കുന്നവരായിരിക്കും അല്ലേ? അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, ചിലപ്പോൾ ഇതല്ലാതെ രണ്ടിടത്തായിട്ട് റിലേഷൻഷിപ്പ് ഇരിക്കുന്നവരുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താ? ഈ ആളുകൾ ഫിസിക്കലി പ്രസൻസ് ഉണ്ടാവണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണോ? ശരിക്കും പറഞ്ഞാൽ രണ്ടുപേര് തമ്മിൽ ആ ഒരു ഫിസിക്കൽ കണക്ഷനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആ ഒരു ഇമോഷണൽ കണക്ഷൻ. അല്ല, ഫിസിക്കൽ കണക്ഷൻ പ്രസൻസ് ആളുകൾ ഉണ്ടാവണം എന്നടുത്തുണ്ടാവണം. പ്രസന്റ് അല്ലെങ്കിലും ഇമോഷണലി രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ അത് ഒരു മാറ്റർ ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ. ആ ഒരു കമ്മ്യൂണിക്കേഷനും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ രണ്ടുപേര് രണ്ട് സ്ഥലത്താണെന്നുള്ളത് അവിടെ മാറ്റർ ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ. യെസ്. എന്തായാലും രണ്ട് തരം ജീവിതങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, വരും തലമുറയോട് പറയാനുള്ളൊരു കാര്യം എന്താ, ഉപദേശം എന്താ? ഒരു എക്സ്പെക്റ്റേഷനാണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ. ഇപ്പം നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരാൾ മാറും എന്നുള്ള ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ഒരിക്കലും കല്യാണം കഴിക്കരുത്. രണ്ടുപേരും ഇപ്പോൾ എന്താണോ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നോ, ഇഷ്യൂസൊക്കെ നമ്മൾ ആ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് രണ്ടുപേർക്കിടയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർ കല്യാണം കഴിക്കാൻ പാടില്ല. അതെ അതെ. ഇത് ഇങ്ങനെ പൊതുവെ ആൾക്കാർ, വലിയ ആൾക്കാർ പറയും ഇവനൊരു കല്യാണം കഴിച്ചു കഴിയുമ്പോൾ. ഞാൻ കല്യാണത്തിനെ കുറിച്ചല്ല, വരും തലമുറയോട് എനി മെസ്സേജസ് എന്താണെങ്കിലും കൊടുക്കാൻ പറ്റും. ഡിപ്പെൻഡൻസി എന്നുള്ളൊരു സാധനം ഞാൻ പഠിച്ചൊരു കാര്യമാണത്. നമ്മൾ ഇൻഡിപെൻഡന്റ് ആവണം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് മാത്രമല്ല, ഇമോഷണലിയും. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അപ്പം തന്നെ എനിക്ക് ബാക്കിയുള്ളവരെ അതിനായിട്ട് വേണം എന്നുള്ളൊരു രീതി എപ്പോഴും എല്ലായ്പ്പോഴും നമ്മുടെ പ്രശ്നം, ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നമ്മളെപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ കേട്ടോണ്ടിരുന്ന അവരുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റണം. അതിപ്പോൾ ശരിയാണ്, ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, സ്പെസിഫിക് ആയിട്ട് പറയാം. പക്ഷെ അല്ലാതെ എപ്പോഴും ഒരാൾക്ക് നമ്മുടെ ഇമോഷണൽ നീഡ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അഥവാ അവിടെ വേറൊരാൾ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ പോയി കാശ് കൊടുത്ത് ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിക്കോ. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ എപ്പോഴും ആൾക്കാരുടെ അടുത്ത് അതിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യരുത്. ഒരു ഷോൾഡർ എപ്പോഴും നമുക്ക് വേണം എന്നുള്ളൊരു ചിന്ത വേണ്ട, ഉണ്ടാവാതിരിക്കുകയാണ് നല്ലത്. അതാണ് നല്ലത്. എന്താണ് ഇനി ഒരു ഫ്യൂച്ചർ പരിപാടി? എന്താണ്? ഓൺലൈനിലൂടെ എത്തി, മാധ്യമങ്ങളിലൂടെ കുറേ പേരിലോട്ട് എത്തുന്നു. എന്താ ഒരു ഫ്യൂച്ചർ പ്ലാൻ? ഇന്ദുജിയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഞാൻ ഇപ്പം സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഓൺലൈൻ മാത്രമാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്ത് പോകുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, പേഴ്സണലി എൻ്റെ മോളിപ്പോൾ ചെറുതാണ്. പിന്നെ ഹസ്ബൻഡ് വർക്ക് റിലേറ്റഡ് ചിലപ്പോൾ എവിടെയെങ്കിലും മാറി താമസിക്കുവാണെങ്കിൽ ഒരുമിച്ച് നിന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഓൺലൈൻ അപ്പോൾ അതുകൊണ്ട് മോള് ചെറുതാന്നുള്ളത് കൊണ്ട് എനിക്ക് അവളുടെ കാര്യത്തിലാണ് ഇപ്പോൾ ശരിക്കും അവൾക്ക് എൻ്റെ ഒരു സപ്പോർട്ട് വേണം എന്നുള്ളൊരു സ്റ്റേജാണ്. കാരണം ചെറിയ കുട്ടിയാണ് അവൾ. കുറച്ച് വലുതായി കഴിയുമ്പോൾ അവൾക്ക് അവളുടെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കാൻ പറ്റും. അപ്പോൾ അന്നേരം വേണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇത് ഓഫ്ലൈൻ കൺസൾട്ടൻസിലോട്ടൊക്കെ ഫോക്കസ് ചെയ്യാം.
എന്നുള്ളത് തന്നെ. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ സെറ്റിൽ ചെയ്യുന്നുള്ള കാര്യത്തിലും എനിക്കൊരു ഉറപ്പില്ല. ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഒരു ക്ലിനിക് എന്നുള്ള സെറ്റപ്പിലോട്ട് ഇപ്പോൾ പോവാതിരിക്കുന്നതിൻ്റെ കാരണം. ഓക്കെ. അപ്പോൾ എന്തായാലും ആ യാത്രകൾ മുന്നോട്ട് പോട്ടെ. ഇതേപോലെ ട്രിവാൻഡ്രം മാത്രമല്ല അങ്ങ് ജപ്പാനിൽ വരെ അല്ലേ നമുക്കൊരു ക്ലിനിക്ക് ഇടാൻ പറ്റട്ടെ എന്നുകൂടി. ഇപ്പോൾ ക്ലയൻസ് ഉണ്ട്. ഉണ്ടോ? അങ്ങനെ പറ. ആ അടിപൊളി. അപ്പൊ പോയത് ചുമ്മാതല്ല അല്ലേ, പേര് ഉറപ്പിച്ചിട്ടാ വന്നിട്ടുള്ള അവിടുന്ന്. അതെ, പക്ഷെ അവിടെ പോയ സമയത്ത് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു ചെറിയൊരു മലയാളി കമ്മ്യൂണിറ്റി അവിടെ ഉള്ളത്. അപ്പൊ വെറുതെ നമ്മളിങ്ങനെ ശരിക്കും ആ ഒരു എപ്പോഴും കാണുന്ന ആൾക്കാരായിട്ട് നമ്മൾ നമ്മുടെ ക്ലയൻസ് ആക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് എനിക്കും ബുദ്ധിമുട്ടാണ്, അവർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, കുഴപ്പമില്ലല്ലോ. പിടിപാടങ്ങ് ജപ്പാനിലുണ്ട് അല്ലേ? യെസ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അരിഗാത്തോ ഗുസൈമൈസോ അല്ലേ? യെസ്. അപ്പം എന്തായാലും പിന്നെയും കാണാം. ഈ യാത്രകൾ തുടരട്ടെ. അപ്പോൾ ഇതുപോലെ കുറേ പേര് ചിന്തകൾ പൂക്കുന്നിടമാക്കാൻ സാധിക്കട്ടെ എന്നുകൂടെ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.